നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പോകുന്നൊരു സ്വഭാവക്കാരനാണെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസ് അവനെ എങ്ങനെ വിശ്വസിക്കും? ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും. പ്രണവ് തിരിച്ചു വരും. വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. പോലീസിലെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിനെയും കൊണ്ട് പോലീസ് ചോദ്യം ചെയ്യും. അപ്പൊ കള്ളി വെളിച്ചത്താവും. അതുകൊണ്ടല്ലേ വേണ്ട വേണ്ടെന്ന് പറയണത്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാതെ എന്താ അമ്മ ഈ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്? ആന്റി, വെച്ച് താമസിപ്പിക്കണ്ട. നമുക്ക് പോലീസിനെ അറിയിക്കാം. ഇവരുടെ പേടിയൊന്നും നമ്മൾ വകവയ്ക്കേണ്ട കാര്യമില്ല. ആർക്ക് പേടിയെന്നാ നീ പറയുന്നത്? എനിക്കും ഗൗതമനും അക്കാര്യത്തിൽ ഒരു പേടിയുമില്ല. നീ ഇതിനിടെ കിടന്ന് വളവളാന്ന് സംസാരിക്കണ്ട. എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. കേസുമായിട്ട് പോയാ ഗൗതം രക്ഷപ്പെട്ടാലും നീ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. നീ പ്രണവിനെ തല്ലുന്ന വീഡിയോ വരെ തെളിവായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങ് കോർണർ ചെയ്ത് കളയാന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ എന്റെ കാരണവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ പ്രണവിന്റെ ഭാവി തകർക്കാൻ ശിവാനിക്ക് കൂട്ടു നിൽക്കരുത്. നിധി, വന്നേ, കുറച്ച് ആൾക്കാരെ കൂടി ഒന്ന് വിളിച്ചു നോക്കാം. കണ്ടോ ആന്റി, ഇപ്പോഴും അവർക്ക് പ്രണവിനെ കണ്ടുപിടിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അവരെന്റെ പ്രണവിനെ എന്തോ ചെയ്തിട്ടുണ്ട്, അതുറപ്പാ. ഈ അവസരത്തിൽ അങ്ങനെയൊന്നും പറയല്ല ശിവാനി. പ്രണവിനോട് ഗൗതമോ നിധിയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ആന്റിയുടെ സ്വഭാവം ഇതാണല്ലോ. എന്തിനും ഏതിനും ഗൗതമിനെ നിധിയും മാത്രം സപ്പോർട്ട് ചെയ്യും. അവരുടെ പക്ഷത്ത് നിൽക്കൂ. അവർക്ക് എന്തും ചെയ്യാം. 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച പ്രണവിന് അമ്മ കൊടുക്കുന്നത് പുല്ല് വിലയാ. ഞാൻ അങ്ങനെ ആരോടും പക്ഷഭേദം കാണിച്ചിട്ടില്ല. എങ്ങനെ പറയാതിരിക്കും? ഏട്ടത്തി ഇപ്പൊ കാണിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയല്ലേ? തെറ്റ് ചെയ്ത് നിധിയുടെ പക്ഷത്ത് നിന്നല്ലേ ഇപ്പോഴും ഏട്ടത്തി സംസാരിക്കുന്നത്? എന്റെ പ്രണവിന് എന്താ പറ്റിയെന്ന് ഗൗതമിനെ നിധിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ് ആന്റി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ആന്റി അവരുടെ അടുത്തൊന്ന് ചോദിക്കും. പ്രണവിന് എന്താ പറ്റിയെന്നൊന്ന് ചോദിക്കും. പ്രണവ് എവിടെ ഉള്ളതെന്ന് ചോദിക്കും. ഒന്ന് പറഞ്ഞു തരാൻ പറ അവരോട്, പ്ലീസ്. എനിക്ക് എന്റെ പ്രണവിനെ വേണം. പ്രണവിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് വേറെ ആരും ഇല്ല. ശിവാനി, എന്തായാലും നമുക്ക് വൈകുന്നേരം വരെ നോക്കാം. അത് കഴിഞ്ഞ് കേസ് കൊടുത്താ മതി. പോലീസിൽ അറിയിക്കുന്നത് വൈകുന്നേരം വരെ വെച്ച് നീട്ടണോ? ഈ അവസരം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അറിയാവുന്ന എല്ലാവരും വിളിച്ചു. അവിടെ ഒന്നും പ്രണവ് ചെന്നിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗതം ഒരു കാര്യം ശ്രദ്ധിച്ചോ? ശിവാനിക്ക് പ്രണവിനെ കാണാതായി എന്ന ടെൻഷനേക്കാളും അവനെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തെക്കാളും കൂടുതലുള്ളത് നമ്മുടെ മുകളിൽ പഴിചാരണോ എന്നുള്ളതാണ്. എനിക്ക് അവളെ നല്ല സംശയമുണ്ട്. പ്രണവിനെ കാണാനില്ലെന്ന് വരുത്തി തീർത്തിട്ട് അവള് നമ്മുടെ മുകളിൽ പഴിചാരാനായിട്ട് നടത്തുന്ന ശ്രമമാണോ ഇതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ രാവിലത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാളെ നമ്മുടെ വീട്ടിലെ മുറിയിൽ കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? സാധാരണ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കും, അല്ലേ? ഇത് ശിവാനി ചെയ്തത് അങ്ങനെയല്ല. മുറിയിൽ നിന്നും നേരെ ഓടി വന്ന് പ്രണവിനെ കാണാനില്ലെന്നങ്ങ് പ്രഖ്യാപിക്കുക. അത് മാത്രമല്ല, രാത്രിയിൽ നീയും പ്രണവും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. സ്വാഭാവികമായും നീയാണെങ്കിൽ എന്ത് ചെയ്യും? അതിലേക്ക് ഇടപെട്ട് അത് പരിഹരിക്കാൻ നോക്കൂ, അതോ അതിന്റെ വീഡിയോ എടുക്കൂ? ഇവളെന്താ ചെയ്തത്? അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു, പിന്നെ അതിനെ എഡിറ്റ് ചെയ്തു. അവളെന്തൊക്കെയോ കരുക്കൾ നീക്കി പ്രണവിനെ ട്രാപ്പ് ചെയ്താണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഗൗതം, നമ്മൾ ഈ സംശയം വെച്ചുകൊണ്ട് അന്വേഷിക്കുന്നത് ബുദ്ധിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം പോലീസിൽ വിവരം അറിയിക്കുന്നതല്ലേ ബുദ്ധി? അത് തന്നെയാണ് നല്ലത്. പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് ACP മഹേഷ് സാറിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ ന്യൂസ് പുറത്തു പോകാതെ അന്വേഷിക്കാനുള്ള ഏർപ്പാടൊക്കെ സാർ ചെയ്തോളൂ. എങ്കിൽ ഗൗതം വാ, നമുക്ക് മഹേഷ് സാറിനെ പോയി കാണാം.
പ്രണവിനെ കാണാത്തതിന് പിന്നിൽ ശിവാനിയാണെന്നെങ്ങനെ തെളിഞ്ഞാലുണ്ടല്ലോ, എന്റെ തനി സ്വഭാവങ്ങൾ കാണും ഉറപ്പ്.